ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. സിനിമ ഒരു സന്തോഷം നിറഞ്ഞ ഹാപ്പി ആയിട്ടുള്ള അടിപൊളി വീഡിയോ എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കണോ? ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നത്. നമ്മുടെ വീടിനകമൊക്കെ നോക്കി ടി വി സ്റ്റാൻഡൊന്നും സെറ്റാക്കിയിട്ടില്ല, എല്ലാം സെറ്റാക്കണം. കുറേ പരിപാടികളുണ്ട്. ഇന്ന് ചേട്ടൻ വന്നിട്ടില്ല. ചേട്ടൻ്റെ എന്താ പറയുക, അടുത്തൊരു മരണം ഉണ്ടായി, അതുകൊണ്ട് ചേട്ടൻ വന്നിട്ടില്ല. അപ്പോൾ ഇന്ന് ചേട്ടായി കടയിൽ പോയി കേട്ടോ. ഇന്ന് വീണ്ടും ഞാൻ തനിച്ചായിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് പണി പെൻഡിങ്ങാണ്. ഇനി നാളെ വരുമോ അതോ തിങ്കളാഴ്ച ആണോ എന്നറിയത്തില്ല. ചിലപ്പോൾ തിങ്കളാഴ്ച ആയിരിക്കും ഇനി തുടങ്ങുന്നത്. അപ്പം ഇത്രയും ഒക്കെ ചെയ്തപ്പോൾ തന്നെ നമ്മുടെ വീടിനകത്തൊരു പ്രകാശമാണ് കേട്ടോ, പറയാണ്ടിരിക്കാൻ പറ്റില്ല. നിങ്ങൾ നോക്കിയേ, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകത്തില്ല, അങ്ങോട്ട് നോക്കിയാലും വേട്ടോ ഇങ്ങോട്ട് നോക്കിയാലും വേട്ടോ, നല്ലൊരു പ്രകാശമാണ് കേട്ടോ. പ്രകാശം എന്ന് പറയുന്നത് എന്നാ പറയുന്നത്, മനസ്സിലെ തിന്മകളെല്ലാം മാറി പ്രകാശം കടത്തിയാൽ നമുക്ക് എന്നും ഐശ്വര്യവും സമ്പത്തും അനുഗ്രഹവും ഒക്കെ ഉണ്ടാവും എന്നാണ് പറയുന്നത് അല്ലേ. തിരി കത്തിക്കുന്ന ഒരു ഐശ്വര്യമാണ്. നമ്മൾ സന്ധ്യവിളക്ക് കത്തിക്കുന്ന ഒരു ഐശ്വര്യമാണ് അല്ലേ. അപ്പോൾ നമ്മൾ കേട്ടിട്ടില്ലേ അങ്ങനെ. അപ്പോൾ ഞാൻ വിളക്കിനെ കുറിച്ച് ഒരു കാര്യം പറയാം നിങ്ങളോട് കേട്ടോ. ഞാൻ എഴുതി വെച്ചു. അതെന്നാണെന്നറിയോ, ഞാൻ പറയുമ്പോൾ ചിലപ്പോൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിപ്പോയെങ്കിലോ എന്ന് എഴുതി ഞാൻ എഴുതി വെച്ചു. വിളക്കിൻ്റെ സങ്കല്പം എന്നാണെന്നറിയോ, നിലവിളക്കെന്ന് പറഞ്ഞാൽ അത്രയും ചൈതന്യമുള്ള ഒരു സംഭവമാണ് അല്ലേ. അപ്പം നമ്മൾ ഒട്ടുമിക്ക വീടുകളിലും നിലവിളക്കുണ്ട് അല്ലേ. നിലവിളക്കെന്ന് പറയുന്നത് ഒരു ഐശ്വര്യത്തിൻ്റെ പ്രതീകം തന്നെയാണ് അല്ലേ. നിലവിളക്കിൻ്റെ സാങ്കല്പം എന്നാണെന്നറിയാം. നിലവിളക്കിൻ്റെ മൊത്തത്തിലൊന്നും ഇതാകുന്നത്, വിളക്കിൻ്റെ അടിഭാഗം ബ്രഹ്മാവ്, തണ്ട് വിഷ്ണു, മഹാവിഷ്ണു ഇരിക്കുന്ന സ്ഥാനമാണ് ദണ്ട്, മുകൾ ഭാഗം ശിവൻ, നാളം എന്താണെന്നറിയോ, മഹാലക്ഷ്മി. പണ്ടൊക്കെ ഇങ്ങനെ വിളക്ക് കത്തിക്കുമ്പോഴത്തേനും മങ്ങി ഇങ്ങനെ രണ്ട് കുഞ്ഞി തിരിയായിട്ടിരിക്കുമ്പോൾ പറയായിരുന്നു മഹാലക്ഷ്മി വന്നിട്ടില്ല. ലക്ഷ്മി വരണമെങ്കിൽ ലക്ഷ്മി വന്നിട്ടുണ്ടെന്ന് നമ്മൾ അറിയുന്നത് നല്ലതായിട്ട് നാളം കത്തുമ്പോഴാണെന്ന്. തിരുനാളം നല്ല ഇങ്ങനെ ഒരു പ്രത്യേക രീതിയിൽ ഇങ്ങനെ പ്രകാശിച്ച് ഇച്ചിരി വലിപ്പത്തിൽ കത്തിയല്ലേ, അങ്ങനെ പറയായിരുന്നു കേട്ടോ കാരണവന്മാർ. അപ്പം നാളം എന്നതാണ് മഹാലക്ഷ്മിയാണ്. പ്രകാശം എന്നതാണ് തരുന്നത് സരസ്വതി. തിരി എന്നതാണ് ശിവൻ. അപ്പം വിളക്കിൻ്റെ ഒരു സങ്കല്പം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. അപ്പം വിളക്ക് മാതിരി എനിക്കിപ്പം സത്യം പറഞ്ഞാൽ ഇപ്പം ഇതിനെക്കുറിച്ച് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സത്യം പറഞ്ഞാൽ ഞാനിപ്പോൾ വിളക്ക് കത്തിച്ചിട്ടൊക്കെ ഒരാഴ്ചയായി. കാരണം മൊത്തം ആകപ്പാടെ മുഷിഞ്ഞ് പൊടിയും പിടിച്ച് അങ്ങനെയൊക്കെ കിടക്കുമല്ലായിരുന്നു. നമ്മൾ നല്ല ചെയ്യുമ്പം നല്ല ശുദ്ധി വൃത്തിയോടെ ചെയ്യണം. പക്ഷേ വേറൊരു ഇത് കാര്യം ഒക്കെ പറയാനുണ്ട്. കുറച്ച് നാൾ മുമ്പൊരു ശാന്തി ഒരു യജ്ഞാചാര്യനാണെന്ന് തോന്നുന്നു പറയുന്നത് കേട്ടോ, നമ്മൾ എവിടെയെങ്കിലും പോകും, നമ്മൾ പുറത്തൊക്കെ പോകും, നമ്മൾ ബാക്കി ഒരു കാര്യവും മുടക്കം വരുത്തത്തില്ല, പക്ഷെ വിളക്ക് കത്തിയിരുന്ന കാര്യത്തിൽ നമ്മൾ മുടക്കം വരുത്തുമെന്ന്. ശരിയല്ലേ? ഇന്ന് ഞാൻ കട്ടപ്പനയ്ക്കൊക്കെ പോയിട്ട് അടുത്ത് വന്നാലേ 6:45, ഇന്നിനി കുളിച്ച് പിറക്കി വന്നിട്ട് വിളക്ക് കത്തിക്കണ്ട, പോട്ടെ ഇന്ന് വേണ്ട നാളെ, അങ്ങനെയുള്ള മടി പിടിച്ചിരിക്കുന്നതല്ല. അങ്ങനെ വിളക്ക് കത്തിക്കാണ്ടിരിക്കുന്നത്. നമുക്ക് നമ്മുടെ ശരീരശുദ്ധി ഉള്ളപ്പോഴാണ്, ഹിന്ദുക്കളുടെ ഇത് വെച്ചാൽ ശരീരശുദ്ധി ഉള്ളപ്പോഴാണ് വിളക്ക് കത്തിക്കുന്നത് അല്ലേ. ശരീരവും പരിസരവും വീടും ഒക്കെ വൃത്തി വരുത്തിയതിന് ശേഷം വേണം നിലവിളക്ക് കത്തിക്കാന്ന് പറയുന്നത്. അപ്പം ഞാനിപ്പോൾ ഒരാഴ്ചയായിട്ട് കത്തിച്ചിട്ടില്ല, പക്ഷേ എനിക്ക് അതിൻ്റെതായ ഒരു ഇതുണ്ട്. ഞാൻ ചേട്ടായിട്ട് ഇന്ന് രാവിലെ പറയാതെ, ഇന്ന് എന്നാ മറിച്ചിട്ട് പറഞ്ഞാലും ഞാൻ മൊത്തം തൂത്ത് തുടച്ച് വിളക്ക് കത്തിക്കാൻ തുടങ്ങും. ഇന്ന് മുതൽ എന്നെ വൈന്ന് പറയാനും വിളക്ക് കത്തിക്കാൻ തുടങ്ങുന്നു. കാരണം ചേട്ടായിട്ട് പറഞ്ഞു, നീ കൂടുതൽ പണിയൊന്നും ചെയ്യണ്ട കേട്ടോ, കുറച്ച് ദിവസമായിട്ട് എൻ്റെ മുഖം ഒക്കെ ഇതായിട്ടായിരിക്കുന്നത്. ആൾക്കതിലും അപ്പുറം വയ്യാഴിയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഇരുന്ന് പറയും. വലിയ മാരക രോഗങ്ങളൊന്നും അല്ല ഈ ശ്വാസം മുട്ടലും കാലുവേദനയും കൈക്കുവേദനയൊക്കെ. അപ്പം നമ്മൾ ചെയ്യാത്ത പണിയും കൂടെ കൂടുതൽ ചെയ്യുമ്പോഴത്തേക്കും നമുക്കൊന്നുകൂടി ഇതാകുമല്ലോ. അപ്പോൾ ഇന്നേനോട് പ്രത്യേകം പറഞ്ഞു. പക്ഷെ ഞാൻ പറഞ്ഞു, ഇല്ല ഏട്ടായി, ഞാൻ ഇന്ന് എല്ലാം അത്യാവശ്യം വീടൊന്ന് തൂത്ത് തുടച്ച് വൃത്തിയാക്കി വിളക്ക് കത്തിക്കാൻ തുടങ്ങുന്നത് കേട്ടോ. വിളക്ക് കത്തിക്കാത്തതിൻ്റെ എൻ്റെ മനസ്സിലൊരു സങ്കടം ഉള്ളതുകൊണ്ടാണ് ഞാനിപ്പോൾ നിങ്ങളോട് ഇത് ഷെയർ ചെയ്തത്. അപ്പം വിളക്കിനെ കുറിച്ച് പറഞ്ഞതും കേട്ടോ. അപ്പം പിന്നെ ഈ മാസം ഇപ്പം എന്താണെന്ന് എല്ലാവർക്കും അറിയാലോ അല്ലേ. നവമി ഒക്കെ ആയി ദേവിയുടെ എന്നാ പറയുന്നത് ഐശ്വര്യമായിട്ടുള്ള ദിവസങ്ങളാണ് ഈ കടന്നു വന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ. ഈ 8-9 ദിവസങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേവി നമ്മുടെ മനസ്സിലും പ്രകൃതിയിലും എല്ലാം കൊണ്ടാടുന്ന ദിവസങ്ങളെന്ന് അങ്ങനെയാണ്. അത്രയ്ക്കും ഒരു ഭയങ്കര ഒരു എന്താ പറയുക, അതിന് ഭയങ്കര ഒരു മനസ്സിന് സന്തോഷം ഒക്കെ ഉള്ളൊരു ദിവസങ്ങളാണ്. ഞാൻ അമ്മ മാതാവിനെയും ദേവീനെയും ഒക്കെ ഒരേ മുടങ്ങാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ എന്നോട് കുറേ പേര് നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് കണ്ടിട്ടുണ്ടായിരുന്നു, ഞങ്ങളുടെ അമ്പലത്തിലൊക്കെ സപ്താഹവും കാര്യങ്ങളും ഒക്കെ തുടങ്ങുകയാണ്, വരാൻ പറ്റുമെങ്കിൽ ഒരു ദിവസമെങ്കിലും വരാമോ എന്നൊക്കെ ചോദിച്ച ആൾക്കാരുണ്ട്. ചേച്ചിക്കുട്ടിയുണ്ട്. അങ്ങനെ ഓരോരോ അമ്പലങ്ങളിലൊക്കെ ദേവി ക്ഷേത്രത്തിലും പ്രത്യേകിച്ച് ഓരോരോ ക്ഷേത്രങ്ങളിലൊക്കെ ഈ നവമി മുതൽ വിജയദശമി വരെ ഇങ്ങനെ ഓരോ നല്ല നല്ല കാര്യങ്ങളൊക്കെ നടക്കുന്നതാണ് അല്ലേ. അപ്പം എല്ലായിടത്തും എല്ലാ കാര്യങ്ങളും മംഗളമായിട്ട് നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദേവിയുടെ എല്ലാ അനുഗ്രഹങ്ങളും നമ്മുടെ എല്ലാ കുടുംബങ്ങളിലും കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കേട്ടോ.
അപ്പോൾ എന്തായാലും കുറേ ദിവസമായി അല്ലേ നമ്മളിങ്ങനെ നമ്മുടെ വീട്ടിലെ കാര്യങ്ങളും ഇങ്ങനെ എന്താ പറയുന്നത് ഇങ്ങനെയുള്ള വീഡിയോകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് മുമ്പോട്ട് പോകണം അല്ലേ. അപ്പോൾ ഈ ഒരു 13-ാം തീയതി ഒക്കെ നല്ല 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 ദിവസങ്ങളാണ്. വിദ്യാരംഭം കുറിക്കുന്ന കുറേ കുഞ്ഞുമക്കളുണ്ടായിരിക്കും. എല്ലാവർക്കും അങ്ങനെ വിദ്യാരംഭം കുറിക്കുന്ന കുഞ്ഞുമക്കൾക്കും പൂജയൊക്കെ വെച്ചിട്ട് എന്താ പറയുക പുസ്തകമൊക്കെ വെച്ചിട്ട് ഓരോ എക്സാമിനും കാര്യങ്ങൾക്കും ഒക്കെ വേണ്ടിയിട്ട് ഒത്തിരി 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 കുഞ്ഞുങ്ങൾ പ്രാർത്ഥിക്കുന്ന മക്കളും ഒക്കെ കാണും അല്ലേ. അപ്പോൾ എല്ലാവർക്കും ദേവിയുടെ അനുഗ്രഹവും കടാക്ഷവും ഒക്കെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. അപ്പം ദേവിയുടെ 1-2 ഒരു സ്ലോങ് ചൊല്ലണേ, എനിക്ക് വലിയതൊന്നും അറിയത്തില്ല കേട്ടോ. എന്നാലും സർവമംഗളമംഗല്യേ ശിവേ സർവാർദ്ധസാധികേ ശരണ്യേ ത്ര്യംബകേ ഗൗരി നാരായണീ നമോസ്തുതേ. അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ അമ്മ തന്നാശ്രയം ദേവി തന്നാശ്രയം അമ്മ അല്ലാതെ മറ്റാരുമില്ലാശ്രയം. മനസ്സിനും ശരീരത്തിനും ഒക്കെ ഒരു എന്താ പറയുന്ന ഒരു ഭയങ്കര ഒരു ഇത് കിട്ടും കേട്ടോ ഈ ശ്ലോകമൊക്കെ ചൊല്ലുമ്പോൾ. സത്യത്തിൽ രാവിലെ എണീക്കുമ്പോഴൊക്കെ അല്ലെങ്കിൽ സന്ധ്യകളൊക്കെ എത്തിക്കുമ്പോഴൊക്കെ ഞാൻ എന്നും കൃത്യമായിട്ട് ചൊല്ലുന്നതാണ് കേട്ടോ. പിന്നെ നമ്മുടെ പതാലമ്പയുടെ അമ്പലത്തിലൊക്കെ ചെന്ന് നിന്ന് ദിവാരാധനമൊക്കെ തൊഴുമ്പോഴേനും ഒക്കെ ഈ ഒരു പ്രാർത്ഥനയാണ് ചൊല്ലുന്നത്. ഇപ്പോൾ ഒത്തിരി ദിവസമായി പോട്ടൊക്കെ എന്നാ ചെയ്യാനാ, സന്ധ്യ കഴിക്കുമ്പോൾ പിന്നെ പോട്ട് വരവ് ഭയങ്കര പാടായതുകൊണ്ടാണ് പോകാത്തത്. അപ്പോൾ എന്തായാലും എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ കുടുംബങ്ങളിലും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒത്തിരി 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 പേര് പ്രാർത്ഥനാ സഹായമൊക്കെ ചോദിക്കുന്നുണ്ട്. അമ്മ മാതാവിൻ്റെ അടുത്ത് പോയി തിരികെത്തിക്കാമെന്ന് ചോദിക്കുന്നുണ്ട്. അമ്മയും ദേവിയും എല്ലാം ഒന്നാണ്. ഇപ്പോൾ ഒന്നുകൂടെ ഞാൻ പറയുകയാണ് കേട്ടോ, നമ്മളെ കാത്ത് സംരക്ഷിക്കുന്ന എന്നാ പറയുന്ന ഒരു പ്രപഞ്ച ശക്തിയാണ് ഈ ഇവരെല്ലാവരും ഒരേ ഒരാളാണ് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പം ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറഞ്ഞ് എങ്ങനെ തുടങ്ങേണ്ടതെന്ന് എനിക്കറിയത്തില്ല. ഇപ്പോൾ കണ്ടില്ലേ ചിലരോട് പറയാനുണ്ടോ സിന്ധുമേ ഇൻട്രോ എടുക്കുമ്പോൾ മാതാവിനെ കാണണം കേട്ടോ. ഞങ്ങൾക്കത് മാതാവിനെ കണ്ടിട്ട് കുറേ ദിവസമായില്ലേ. അപ്പം നമ്മുടെ TV സ്റ്റാൻഡിലുള്ള സാധനങ്ങളൊക്കെ ഒന്ന് ക്രമീകരിച്ച് സെറ്റാക്കി വെക്കണം. പിന്നെ കുറേ പരിപാടികളുണ്ട്. പിന്നെ എന്താ പറയുന്നത് തിണ്ണയൊക്കെ ആണെങ്കിലും കുറച്ച് നിരന്ന് കാര്യങ്ങളൊക്കെ ആയിട്ട് കിടപ്പുണ്ട്. അവിടെ ഒക്കെ ഒന്ന് സെറ്റാക്കണം. റൂമെല്ലാം ഒന്ന് സത്യം പറഞ്ഞാൽ റൂമിനകത്തൊന്നും വലിയ വൃത്തിയാണ് ഇല്ല കേട്ടോ. ഇത്രയും പെയിൻ്റൊക്കെ അടിച്ചെന്ന് പറഞ്ഞാലും നമ്മൾ അത്രയും ഈ നീറ്റാക്കിയിട്ടുണ്ടേ. ഇപ്പം പെയിൻ്റ് അടിക്കാൻ വന്ന് ചേട്ടൻ എന്നോട് പറയാറുണ്ട്, എൻ്റെ പൊന്നെ കഴിഞ്ഞിടയ്ക്ക് നമ്മുടെ ഉപ്പുറത്തന്നെയുള്ള കേട്ടോ നല്ല വലിയ സാമ്പത്തികമുള്ളൊരു വീടാണ്. വീട്ടുകാരൊന്നും ഞാൻ പറയുന്നില്ല, വലിയ സാമ്പത്തികമാണ്. പക്ഷെ അവരൊക്കെ പുറത്തിറങ്ങി നടക്കുന്ന കാണുമ്പോഴേ അത്രയും ഹൈടെക് ആയിട്ടാണ്. പക്ഷെ കിച്ചണിൻ്റെ അവിടെ ചെന്നപ്പം മൊത്തം അപ്പടി ടൈലല്ല ഇങ്ങനെ പരിക്കനിട്ടേക്കുന്ന മാതിരിയാണ് അവർ വിചാരിച്ചത്. പക്ഷെ ഉറച്ച് കഴിയുമ്പോൾ ടൈലാന്ന്. എന്നിട്ട് ആ ചേച്ചിയെ വിളിച്ചിട്ടാണ്, ചേച്ചി ഇവിടെ ടൈലല്ലേന്ന് പറഞ്ഞു. ഒരു ടൈലാന്ന് പറഞ്ഞത് ഒരു കൂസലില്ലാതെ. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ തുടയ്ക്കാതെയും വിറക്കാതെയും നമ്മൾ എന്നാ പറയുന്നത് നമ്മൾ മേക്കപ്പും ചെയ്ത് ഇങ്ങനെ നല്ല നല്ല ഡ്രസ്സും ഒക്കെ ഇട്ട് നടക്കുന്നതിലല്ല നമ്മുടെ വീടും പരിസരവും ഏറ്റവും വൃത്തിയാക്കി വെക്കുന്നവരുടെ വീട്ടിൽ ഒരു പരിധി വരെ അസുഖങ്ങളും കാര്യങ്ങളും ഒക്കെ ഇല്ലാണ്ടാവും. ഐശ്വര്യം വിളയാടും. ഐശ്വര്യം ഉണ്ടെങ്കിൽ എല്ലാം വരികയല്ലേ അല്ലേ എന്ന് പറഞ്ഞോളെ. ആ ചേട്ടൻ ഇതിൽ പറയാം, ഇവിടെ വന്നിട്ട് പെയിൻ്റ് അടിക്കാൻ വന്നിട്ട് ഒരു പാടുമില്ല. അത് തന്നെയൊരു ചേച്ചിയാണെങ്കിലും സുചേട്ടനാണേലും പിന്നെ ഞാൻ ചെയ്യുന്നതിനൊപ്പം അത് തുടയ്ക്കുകയും പിറക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഒന്ന് പുട്ടിയിട്ടു അതൊന്ന് ഉറയ്ക്കുമ്പോഴത്തേന് അവിടെ പൊടി വീഴും. ആ സമയത്ത് അതങ്ങ് തൂത്ത് തുടച്ച് മാറ്റിയേക്കുവാണെങ്കിൽ പിന്നെ അത് ചവിട്ടി അപ്പുറത്തെ മുറിലോട്ട് പോയല്ലോ, അല്ലെ ബെഡേ പോയല്ലോ, ബെഡ്ഷീറ്റേ പോയല്ലോ. അങ്ങനെയാണ് ഞാൻ ചിന്തിക്കുന്നത്. അപ്പം ഞാൻ ആ ചേട്ടൻ ചെയ്തതിന് പുറകെ ഞാനത് ചെയ്ത് കൊടുത്തിട്ട് ചേട്ടായിയാണല്ലോ അതോട്ട് ചേട്ടായി. അത് ഒരു പ്രത്യേക ഒരു ഗുണമെന്ന് പറയാനായിട്ടുള്ളത്, നമ്മൾ എത്ര കൊണ്ട് നീറ്റാക്കിയിടുന്നോ ചില കുടുംബത്തുണ്ട് പെണ്ണുങ്ങൾ ചത്ത് കിടന്ന് പണി ചെയ്തിടും. ആണുങ്ങളല്ല ചവിട്ടി തേച്ച് ആ ബാത്റൂമിൽ നിന്ന് ഈ ബാത്റൂമിൽ നിന്ന് എല്ലാം കിട്ടും. പക്ഷെ എനിക്ക് എന്നെ പറയാം ദൈവം കൊടുത്തു തന്നേക്കുന്നത് എൻ്റെ ചേട്ടായി എൻ്റെ നിധി എന്ന് തന്നെ പറയാം. എന്നെ കാട്ടി 2 പടി വൃത്തി കൂടുതലുണ്ട്. അതുകൊണ്ട് തന്നെ വൃത്തി കാര്യത്തിൽ നല്ല നീറ്റായിട്ട് കിടക്കും കേട്ടോ. അങ്ങനെ ഒരു ഗുണമുണ്ട് എൻ്റെ ഇടയിലും. അപ്പം ഞാൻ വിചാരിച്ചു
TV സ്റ്റാൻഡിലെ സാധനം അമ്മൂൻ്റെ റൂം എല്ലാം ഒന്ന് ക്ലീൻ ചെയ്യുക, അതിനകത്ത് തക്കതായ സ്ഥലങ്ങളിലൊക്കെ ഒന്ന് കൊണ്ടുവയ്ക്കാന്നൊക്കെ. ഹോം ഡോർ എന്ന് ഇന്നലെ കണ്ടിട്ടുണ്ടായിരുന്നു. ഹോം ഡോർ ഞാൻ കുറച്ച് എൻ്റെ മനസ്സിലൊരു കുഞ്ഞു പ്ലാനുകളൊക്കെ ഉണ്ട്. അതൊക്കെ സെറ്റാക്കി എല്ലാ പണിയും കഴിഞ്ഞിട്ട്, എല്ലാ പണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോഴേ കിച്ചണും പാരപ്പറ്റും ഒക്കെ ചെയ്യത്തുള്ളൂ. ബാക്കിയെല്ലാം ഇപ്പം നല്ല സെറ്റായിക്കുട്ടപ്പനായല്ലോ. അപ്പം അല്ലാണ്ട് കുഞ്ഞു കുറച്ച് കാര്യങ്ങളും കൂടെയൊക്കെ എനിക്ക് പെരക്കകത്ത് ചെയ്യേണ്ട കാര്യങ്ങളൊന്നും എൻ്റെ മനസ്സിലുണ്ട്. നടക്കുമെന്നൊക്കെ ദൈവത്തിൻ്റെ കയ്യിൽ നമ്മൾ കുന്നോളം ആഗ്രഹിക്കാം. അപ്പോൾ ഒരു കുഞ്ഞിക്കൊരു എത്രയും കിട്ടും. അപ്പം അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഹോം ടൂർ എടുക്കാം കേട്ടോ. അപ്പം പ്രകാശൻ നമ്മുടെ വീടിന് വരുമ്പോൾ നമ്മുടെ കുടുംബത്തെ ഐശ്വര്യ സമ്പത്തൊക്കെ വരുമെന്ന് പറയുമ്പോൾ എപ്പോഴും ഉച്ചയ്ക്ക് ഇവിടെ വരുമ്പോൾ എടി നിൻ്റെ അടുക്കള വരുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. നല്ല വെട്ടവാടി ഇത്. നമ്മുടെ അടുക്കള മാത്രമല്ല, നമ്മുടെ എല്ലാ റൂമും ഇതേ കൊടുക്കണം. കണ്ടോ ആ റൂം കണ്ടോ, 2 വിൻഡോ തുറന്നിട്ട് കഴിയുമ്പോഴത്തേക്കും നല്ല വെട്ടമാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഈ വീട് ഒരു ഐശ്വര്യമുള്ള വീട് തന്നെയാണ് ദൈവമേ. എപ്പോഴും ചേട്ടായി പറയും, പിന്നെ ഞാൻ പറയും ചേട്ടായി നമുക്ക് വിറ്റിട്ട് നമുക്ക് നാട്ടുപുറത്ത് വിട്ടില്ല പോകാം, കാഞ്ഞിരപ്പള്ളിയും മുണ്ടക്കയും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം പോകാമെന്ന്. അപ്പോൾ ചേട്ടായി പറയും എടി ഈ വീടിനകത്ത് ഒരു സുഖം തന്നെയാണ്, ഒരു മനസ്സമാധാനം, ഒരു ശാന്തതയോ ഒരു ഐശ്വര്യം ഒക്കെ അടിയത്. ഞാൻ പറയും ആ സമയമാകുമ്പോൾ ഇത് വിൽക്കണമെന്ന് ദൈവം തീരുമാനിച്ചിട്ടുണ്ടെ വിറ്റിട്ട് നമ്മൾ പോകുന്നത് അങ്ങനെയൊക്കെ പറയും. പക്ഷേ ചേട്ടായിക്ക് ഭയങ്കര അറ്റാച്ച്മെൻ്റ് ആണ് കേട്ടോ ഈ വീടും ഈ പരിസരവും. ഈ എന്നു വെച്ചാൽ ഉപ്പുകാരെ തന്നെ ജനിച്ച് വളർന്നതായതുകൊണ്ടേ ഞാനും അതെ. എന്നാലും അപ്പോൾ അങ്ങനെ എൻ്റെ വിചാരം എന്താണെന്ന് വെച്ചാൽ നാട്ടുമ്പുറത്തോട്ടൊക്കെ പോകുകയാണെങ്കിൽ ഈ ശ്വാസം മുട്ടലും കാര്യങ്ങളൊക്കെ കുറച്ച് കുറവ് കിട്ടും, വേദനകൾക്കൊക്കെ ശമനമുണ്ട്. കാരണം അവിടെ കാലാവസ്ഥ ഇതല്ലേ. പക്ഷെ നമ്മളെ കൊണ്ട് സഹിച്ച് പിടിച്ച് നിൽക്കാൻ പറ്റിയില്ല, അതൊരു വേറൊരു കാര്യം. അല്ലെ കുറേ പാട് വിടും. ആദ്യം ഒരു 3-4 വർഷം പാട് വിട്ടതിന് ശേഷം മാത്രമേ നമുക്ക് നല്ല രീതിയിൽ അവിടെ നിൽക്കാൻ പറ്റത്തുള്ളൂ അല്ലേ. അതൊക്കെ എന്തെങ്കിലുമൊക്കെ ആവട്ടെ, ദൈവം ഇതാകട്ടെ. പിന്നെ കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, സ്റ്റിക്കർ ഇനി ഒട്ടിക്കണ്ട സിന്ധുവേ, സ്റ്റിക്കറൊക്കെ എടുത്ത് മാറ്റിയപ്പോൾ നല്ലതാണ്. പക്ഷേ ഉണ്ടല്ലോ എന്നാ നടത്തില്ല, അങ്ങനെ കണ്ടിട്ടാണോ എന്നാ നടത്തില്ല, ഞാൻ തന്നെയൊക്കെ ഇരിക്കുമ്പോഴേ എനിക്ക് ആ പൂക്കളും ശരിക്കും അത് ആരോ വരച്ചതും സ്റ്റിക്കർ ചെയ്തതും ഒക്കെയാണ്. പക്ഷേ എനിക്ക് ഭയങ്കര അറ്റാച്ച്മെൻ്റാണ് പൂക്കളോടും കിളികളോടും പിന്നെ പൂമ്പാറ്റയോടും ഒക്കെ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ സങ്കടമൊക്കെ ഉണ്ടെങ്കിലോ എന്തെങ്കിലുമൊക്കെ ഇതായിട്ടിരിക്കും, ഞാൻ തന്നെ ഇരിക്കുമ്പോഴൊക്കെ ഞാൻ ആ ഓരോ പൂവിലും ശ്രദ്ധിക്കും. ആ കിളി ആ പൂവിൻ്റെ ഇതിലോട്ട് ചുണ്ട് നീട്ടിയിരിക്കുന്നതും അങ്ങനെ എനിക്കൊരു ഭയങ്കര ഒരു മനസ്സിൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അത് ഭയങ്കര ഒരു ഇഷ്ടമായി. അങ്ങനെ അതുകൊണ്ട് അതുമായിട്ട് അങ്ങോട്ട് ഇതായിപ്പോയി. അതുകൊണ്ട് അന്ന് തന്നെ അത് പൊളിച്ച് അന്ന് തന്നെ ചേട്ടായി എൻ്റെ ആ ഇഷ്ടം ചേട്ടായി മനസ്സിലാക്കിക്കൊണ്ട് ചേട്ടായി അന്ന് തന്നെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരെണ്ണം അങ്ങാണ്ട് കടയിൽ വന്നിരിപ്പുണ്ടെന്ന് പറഞ്ഞു. അപ്പം ആരും ഒന്നും വിചാരിക്കരുത്, അത് കിട്ടുമ്പോൾ സ്റ്റിക്കർ ഒട്ടിക്കണമെന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നത് കേട്ടോ. ആ സെയിം സാധനം തന്നെ ചേട്ടായി ബുക്ക് ചെയ്തെന്നാണ് പറഞ്ഞത്. എന്തായാലും വരട്ടെ. അപ്പോൾ എന്തായാലും നമുക്കിന്ന് വീഡിയോയിലോട്ട് പോകാം അല്ലേ. കുറേ സമയം സംസാരിച്ചില്ലേ ഇന്ന്. അപ്പോൾ എല്ലാവരും സന്തോഷവും സമാധാനവും ഒക്കെ ആയിട്ടിരിക്കുക. സമാധാനം എന്ന് പറയുന്നതൊക്കെ നമ്മൾ സ്വന്തമായിട്ട് തന്നെ കണ്ടെത്തുന്നതാണ്. എല്ലാ വീടുകളിലും പ്രശ്നങ്ങളും സങ്കടങ്ങളും കുടിൽ തൊട്ട് കൊട്ടാരം വരെ എല്ലാ വീടുകളിലും കുഞ്ഞു പ്രശ്നങ്ങളും സങ്കടങ്ങളും കാര്യങ്ങളും അസുഖങ്ങളും വയ്യാഴികളും ഒക്കെ വരും. അതൊക്കെ തരണം ചെയ്ത് മുമ്പോട്ട് പോകാനായിട്ട് നമ്മൾ എപ്പോഴും ഏറ്റവും മുഖ്യമായിട്ടുള്ള കാര്യം പ്രാർത്ഥനയാക്കുക. അപ്പം നമ്മുടെ വീട്ടിൽ സമാധാനം ഒക്കെ കിട്ടും കേട്ടോ. ഒത്തിരി പേര് ഇന്നലെയൊക്കെ ഒത്തിരി പേര് വിളിക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് ഫോൺ എടുക്കാൻ, എന്നിട്ട് ഞാൻ പറയും മോളെ പിന്നെ തിരക്കാണ്, ഇവിടെ പെയിൻ്റടി നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇങ്ങനെ. എന്നാലും കുറച്ച് പേരെയൊക്കെ ഞാൻ കോൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, ചിലതൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. അപ്പം എല്ലാവരും ക്ഷമിക്കുക. പഴയ വിടുതേനെ നമ്മൾ ഊർജ്ജമായിട്ടൊക്കെ തിരിച്ചു വരുന്നതായിരിക്കും. അപ്പോൾ കുറേ പേര് വിളിക്കുന്നവരും പറയുന്ന വയ്യാഴിയുടെ അസുഖത്തിൻ്റെ കാര്യങ്ങളൊക്കെ. പിന്നെ ഒരു മോള് വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആലുവയിലുള്ളതാണ് കേട്ടോ, സിന്ധുവിനെ കാണണമെന്ന് ആഗ്രഹമുണ്ട്. കുഞ്ഞു കാര്യം വരുമ്പോഴേ എനിക്ക് സങ്കടം വരും. അപ്പോൾ സിന്ധുവ ഇങ്ങനെ ചിരിച്ച് സന്തോഷിച്ച് നിൽക്കുന്ന കാണുമ്പോഴേ എനിക്ക് ഭയങ്കര ഒരു സന്തോഷം, ഭയങ്കര ഒരു മോട്ടിവേഷൻ മോൾക്ക് തോന്നുന്ന സിന്ധുവെന്ന് പറഞ്ഞു. ഒത്തിരി സന്തോഷം മോളെ. അതും ഒരു കോളേജിൽ പഠിപ്പിക്കുന്ന ഒരു അധ്യാപികയാണ്. അപ്പം അവരുടെയൊക്കെ ആ ഒരു അറിവ് വെച്ച് നമ്മളൊക്കെ ആരാ. അപ്പോൾ ഒത്തിരി താങ്ക്സ്, ഒത്തിരി നന്ദി. അങ്ങനെ ഒത്തിരി പേര് കേട്ടോ. പിന്നെ നമ്മുടെ ഒത്തിരി അധികം ആൾക്കാരും വയ്യാഴികയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമുക്കും അതൊരു വിഷമമാണ് കേൾക്കുമ്പോൾ. പ്രാർത്ഥനയിൽ എപ്പോഴും എല്ലാവരുടെയും കാര്യങ്ങളും ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അവനവരുടെ കുടുംബത്തും നല്ല ശക്തമായിട്ട് പ്രാർത്ഥന ഏറ്റവും മുമ്പിൽ പ്രാർത്ഥനയായിരിക്കണം. നമ്മുടെ ഫുഡോ നമ്മുടെ പിന്നെ എന്താ പറയുക നമ്മുടെ വൃത്തിയാക്കലോ നമ്മുടെ ബാക്കിയുള്ള എന്തൊരു കാര്യമായിക്കോട്ടെ, നമ്മുടെ ജോലിയോ, ഇതിനെ എല്ലാത്തിനെക്കാട്ടി നമ്മൾ ഏറ്റവും മുഖ്യമായിട്ട് വെക്കേണ്ടത് പ്രാർത്ഥനയാക്കിക്കുക. അപ്പം കുറേ ഒരു പരിധി വരെ എല്ലാത്തിനും ഒരു മാറ്റം വരും കേട്ടോ. അപ്പം ഉണ്ടായി ഒരാഴ്ച കൂടി പണിക്ക് പോവുക കേട്ടോ. അമ്മയും മാതാവും ഒക്കെ നമ്മുടെ അപ്പുറത്ത് മുറി മേശയിരിക്കും. ഇവിടെ പോയത് ഇത് പ്രാർത്ഥിക്കാൻ വേണ്ടി ഓടിപ്പോയി നോക്കിയതാട്ടോ. എൻ്റെ ഭഗവാനോട് പ്രാർത്ഥിച്ചു, മനസ്സിൽ അമ്മയെ അച്ഛനൊക്കെ ഓർത്തു പോവാൻ. ഞാൻ ഇന്നെല്ലാം സെറ്റാക്കി റെഡിയാക്കി വെച്ചു. എന്നത് ഇന്ന് ആ ചേട്ടൻ്റെ അടുത്ത അയലോക്കത്തൊരു ചേട്ടൻ മരിച്ചു. ആരാണ്ട് മരിച്ചുപോയി. ആരാ എന്നാ
ടർപ്പനോ? ടർപ്പനല്ല, 1 ലിറ്റർ ഡീസൽ. ടർപ്പനാകുമ്പം അപ്പൊ എന്നെ അവിടെ കൊണ്ടുപോയി മണ്ടേ വെച്ചേക്കുന്നേ, മണ്ണെണ്ണ വെക്കുന്നിടത്ത് നമ്മൾ വെച്ചേക്കുന്ന എന്നാ സാധനം? ഡീസലാണോ? എന്നാണ്ട് തീ പിടിപ്പിക്കാനാന്ന് പറഞ്ഞ കറുത്തൊരു സാധനം. ആണോ? ആ, വെയിൽ കൊള്ളാതിരിക്കാൻ വേണ്ടിട്ടാണ് ഇതിങ്ങനെ വെച്ചേ. മാറ്റമൊക്കെ മേടിക്കണം. കുറേ പണികളുണ്ട്, കുറേ പണികൾ. തൊടുന്നതിന് മൊത്തം കാശാന്നേ ഉള്ളൂ അല്ലേ? അതെ, ഒരു 10-15 രൂപ ഉണ്ടായിരുന്നത് തീർക്കായിരുന്നു. അല്ല, പാരപ്പറ്റും കുറവശമൊക്കെ കിടക്കട്ടെ, സാരമില്ല, പതിയെ ചെയ്യാം. ഇത്രയും ഓരോന്നോരോന്നും ചെയ്യുന്നില്ലേ? ഇത്രയും ഓരോന്നും ചെയ്യുന്നില്ലേ? നോക്കാം, ദൈവത്തിൻ്റെ ഇത് പോണൊക്കെ നടക്കട്ടെ. അപ്പം 6 ദിവസം 7 ദിവസം കൂടി ഇത്രയും ദിവസം ഒരിക്കലും പണിയാൻ പോയിരിക്കുന്നില്ല അല്ലേ? വരണോടാ അത്. കാരണം അതോ കണ്ട വേറെ ആരുടെ ഒരു കൊച്ചിനോട് അവന് ലോട്ടറി എടുക്കാനൊക്കെ കട്ടപ്പനയ്ക്കൊക്കെ പോകേണ്ടി ചിലപ്പോൾ നിർത്തുമെന്ന് ഒരു ചെറുക്കൻ കൊച്ച്. ഉണ്ടോടാ വരണമെന്ന് ചോദിക്കാം. അയ്യോ വാ മാമ. അപ്പോൾ പോകുന്നു, കാലിലൊക്കെ വേദനയാണ്, എന്നാലും പോവാ. വേണ്ട കേട്ടോ, കഥകളെല്ലാം തുറന്ന് കിടക്കട്ടെ, മണമൊക്കെ പോട്ടെ, ഒത്തിരി പണി ചെയ്യണ്ട. ഞാനും കൂടെ അടുത്ത ദിവസം ഇരിക്കാം, ഒതുക്കണ്ട, അടുക്കണ്ട, ഇതിനടിക്കണം എല്ലാം പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് പോവാം കേട്ടോ. കാരണം ചത്തുകാന്ന് ചെയ്യണ്ട. 2-3 ദിവസം പണിയുടെ കൊണ്ടാണ് നിനക്കും പാട്ടം, എനിക്കും പാട്ടം. ചടയും മുട്ടെല്ലാം വേന കേട്ടോ. ഇന്ന് പോകാൻ അത്ര വലിയൊരിതില്ല. പിന്നെ കടം മേടിച്ച് പൈസ കൊടുക്കണ്ടേടി, പണിതല്ലേ സാധനം മേടിക്കാൻ പറ്റത്തുള്ളൂ. ഞാൻ പറഞ്ഞെന്നാൽ ഇന്നൊരു ദിവസം കൂടി ഇരിക്കാൻ, റെസ്റ്റ് എടുക്കാൻ. പാവം ഇത്രയും ദിവസം ഇരുന്ന് പറഞ്ഞാൽ റെസ്റ്റ് ഇല്ലായിരുന്നല്ലോ, ഒന്നും പണിയല്ലായിരുന്നു. വീട്ടിലിരിക്കുമ്പോൾ ഇരട്ടിപ്പണിയാണ്. ഇന്നലെ ആ കമ്പിക്കെല്ലാം അടിച്ച് തന്നെ. പിന്നെ ഞാൻ തന്നെ ഞാൻ കൂടി. എൻ്റെ ദൈവമേ, അയ്യോ, പെയിൻ്റടി എന്ന് പറയുന്ന ഒരു നിസ്സാര പണിയല്ല കേട്ടോ. എല്ലാം മാറ്റി പറക്കി ചെയ്യുമ്പോഴത്തേനും നമുക്ക് ശരിക്കും മുടപ്പാവും. ഇന്നാലും മഞ്ഞ് കാര്യങ്ങളൊന്നും വലിയ കാര്യമായിട്ടില്ല. അപ്പോൾ രാവിലെ ഞാനും എന്തെങ്കിലുമൊക്കെ തുടങ്ങട്ടെ. ഈ അമ്മൂൻ്റെ റൂമിനകത്ത് ഇതൊക്കെ എടുത്ത് തുടച്ച് പിറക്കി TV സ്റ്റാൻഡും ഒക്കെ ഒന്ന് സെറ്റാക്കി വെക്കട്ടെ. എല്ലാം ഈ മുറിക്കകത്തെ സാധനങ്ങളെല്ലാം ഒന്ന് ഒതുക്കി ശരിയാക്കട്ടെ. കണ്ടോ കിടക്കുന്നത്? എൻ്റെ പൊന്നേ, എനിക്കറിയത്തില്ല ഇതൊക്കെ എവിടെ നിന്ന് എടുത്തോണ്ട് വന്നേക്കുന്ന സാധനങ്ങളാണ്. അതാ സ്ഥലത്ത് വെക്കണമെങ്കിലാ ഇച്ചിരി പണി. ദൈവം, കട്ടനൊക്കെ എടുത്താൽ ചേട്ടൻ മണ്ടായിട്ട് തന്നാ ഇവിടെ അടിക്കാൻ സമയത്ത് എടുത്തിട്ടതാണ്. ഇന്നലെ അവിടെ അടിക്കാൻ നേരത്തെ കട്ടനൊക്കെ ഊരി ഇവിടെ ഇട്ടേക്കുന്നത്. ഇനി അതേ പിടിപ്പിക്കണം. ജനൽ തുറന്നിടാൻ വേണ്ടി വന്നാൽ എന്നാന്നോ ഈ മണങ്ങളങ്ങ് പോട്ടെ. എല്ലാം സെറ്റാക്കി കഴിഞ്ഞപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ടുണ്ട്. എന്നാ പറിച്ചിരുന്നത് നല്ല ഐശ്വര്യമായി കാണാനായിട്ട്. പക്ഷേ ഉണ്ടല്ലോ, നമ്മുടെ പുറകിൽ ഇതല്ലേ ഏലം, അതുകൊണ്ട് അച്ചിളാന്ന് പറഞ്ഞാൽ അച്ചിട് കയറിയില്ല ഭിത്തിയെ കൂടെയൊക്കെ. എനിക്ക് അറിയത്തില്ല ദൈവമേ. കണ്ടോ, ഇനി ഇതിനൊക്കെ ഇതുകൂട്ടും കൂടെ ഇടയ്ക്കേണ്ടതാണ്, പോളിഷും കൂടെ ജനൽ പാളികൾക്ക്. അതിനെ ഇന്ന് വരാനിരുന്ന എന്നാ ചെയ്യാനാ. ഞാൻ മടുത്ത് കേട്ടോ. ഇത്രയും സാധനമൊക്കെ ഒന്ന് ഒതുക്കി പിറക്കി വൃത്തിയാക്കിയിട്ടില്ല. അയ്യോ, നിറച്ച് പൊടിയും ചപ്പും കുപ്പയായി. ഇതിനകത്താ ഏറ്റവും വൃത്തികേടായിട്ട് കിടന്നത്. അപ്പം ഏറ്റവും നീറ്റായിട്ടുള്ള മുറിയായിരുന്നു. ഇനി അതെല്ലാം കഴുകാനായിട്ട് എടുക്കണം. ചവിട്ടി ഇത് കഴുകി ഉണങ്ങിയതാണ്. അപ്പം അത് എടുത്ത് മാറണം. പിന്നെ സിറ്റൗട്ടിലെ കുറേ സാധനങ്ങൾ ഒതുക്കാനുണ്ട്, അതും കൂടെ ഒതുക്കിയിട്ട് തറ തുടയ്ക്കാമെന്ന് വിചാരിച്ചു. കുറേ ഇതുകൊണ്ടോ എന്തൊക്കെ സാധനങ്ങളാണ്, എല്ലാം ഒതുക്കട്ടെ. അപ്പോൾ ഏതായാലും ഇന്ന് മഴ മൂടി വന്നെങ്കിലും പെയ്തില്ല കേട്ടോ. എന്നാന്ന് വെച്ചാൽ എൻ്റെ പണിക്കൊക്കെ തടസ്സമാകുമായിരുന്നു. കാരണം ചവിട്ടി അതും എല്ലാം കഴുകി ഉണക്കി അത്യാവശ്യം കുറച്ച് ഏറെ പരിപാടികളൊക്കെ ചെയ്തു. മഴ പെയ്തില്ല. മഴ പെയ്യാത്തത് എനിക്ക് ഭാഗ്യം. ഞാൻ ആ പയറെല്ലാം ഉണ്ടല്ലോ ആ ചെടിയേന്ന് അപ്പുറത്തോട്ട് പറിച്ചിട്ട് കേട്ടോ. കാര്യം ഇഷ്ടം പോലെ പയറുണ്ടാകുന്നുണ്ട്. പക്ഷെ നമ്മുടെ ആ ചെടിയും കാര്യവും എല്ലാം പോവും. മഴ ആറാൻ തുടങ്ങി. അയ്യോ, മഴ പെയ്തില്ലെന്ന് പറഞ്ഞോളൂ. മഴ ആറാൻ തുടങ്ങി കേട്ടോ. അപ്പം ഞാൻ നമ്മുടെ വീട് ഒന്ന് കാണിച്ചു തരട്ടെ. വണ്ടിയെ തൊട്ടിട്ട് 2 ദിവസമായി. ചേട്ടായി കഴിഞ്ഞ ദിവസം കൊണ്ടുവന്ന് വെച്ചാൽ അതേപടി ഇരിക്കും കേട്ടോ. മഴ ചാറാൻ തുടങ്ങി കേട്ടോ. മഴയില്ല എന്ന് പറഞ്ഞ് മഴ ചാറാൻ തുടങ്ങി ദൈവമേ. പിന്നെ ചേട്ടൻ്റെ പെയിൻറ്റ് സാധനങ്ങളൊക്കെ അവിടെ മാറ്റി ഒതുക്കി വെച്ചിട്ട് ഇവിടവും സിറ്റൗട്ടും തുടച്ചു. ഇത് ചതുരപ്പയറാണ് കേട്ടോ. ചതുരപ്പയറും പിന്നെ ചേട്ടായി ഒരുപാട് ബേക്കറി കൊണ്ടൊന്നും വെച്ചേക്കുന്ന കണ്ണനും ചിന്നനും കൊടുത്തു വിടാനായിട്ട്. ഞാൻ കഴിക്കത്തില്ലല്ലോ. മറ്റേ ചേട്ടൻ ഇന്നും പണിയാൻ വരുമല്ലോ എന്ന് ചേട്ടാ മേടിച്ചുകൊണ്ട് വന്നാന്ന് തോന്നുന്നത്. പിന്നെ ഇത് ഈ സ്ക്രീനിന് അടിച്ചില്ല കേട്ടോ. സ്ക്രീനിന് നമുക്ക് അടിക്കണം. അപ്പോൾ കുട്ടറൂന്ന് കേട്ടോ, കിളിയുടെ സന്ധ്യാറായപ്പത്തിന് കുട്ടറു. അപ്പോൾ നമ്മുടെ കഥയൊക്കെ കണ്ടോ, സൂപ്പറായി. പോളിഷൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ല അടിപൊളിയാണ് കേട്ടോ. പിന്നെ ഇവിടെ ഗുരുദേവനെ വെച്ചിട്ടില്ല കേട്ടോ. ഗുരുദേവനെ വേറെ ഒരെണ്ണം ലൈറ്റ് കത്തുന്നത് മേടിച്ച് വെക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ചേട്ടായിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ട്, അത് വെച്ചില്ല. ഇത് ഹോം ടൂറല്ല, ഞാൻ നീറ്റാക്കിയത് ഞാൻ നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരികയാണ് കേട്ടോ. അപ്പം എന്താണ്ടേ സെറ്റിയൊക്കെ വലിയ കുഴപ്പമില്ലാണ്ട് 2-3 ദിവസമായിട്ട് തന്നെ നല്ല നീറ്റാക്കിയൊക്കെ ഇട്ടേക്കായിരുന്നു.
പിന്നെ ബാക്കിയൊക്കെ ആയിരുന്നു അലൂലത്ത് കിടന്നത്. ഇതൊക്കെ അപ്പടി പൊടി പിടിച്ചെടുക്കുന്നതെല്ലാം വെയിലത്തൊക്കെ എടുത്തിട്ട് തട്ടി കുടഞ്ഞ് പിന്നെ എന്നാ പറയുന്നത് ബെഡ്ഷീറ്റൊക്കെ കഴുകി ഉണങ്ങി നല്ല നീറ്റാക്കി വിരിച്ചു. പിന്നെ നമ്മുടെ വിളക്കിൻ്റെ ഇതെല്ലാം മണികൂടാരം എല്ലാം നല്ല സെറ്റാക്കി അവിടെ വെച്ചിട്ടുണ്ട്. സമയം ഞാൻ കാണിച്ചു തരാം. നോക്ക്, 5:30 മണിയായി. രാവിലെ 8 മണി കഴിഞ്ഞപ്പോൾ തുടങ്ങിയ പരിപാടിയാണ്, ഇപ്പോഴാണ് കഴിയുന്നത്. അപ്പം ഇനി എനിക്ക് ഇന്ന് വിളക്ക് കത്തിക്കണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. എല്ലാം തുടച്ച് വിറക്കി വിളക്ക് കത്തിക്കണമെന്ന്. അതിനുള്ള സമയം എനിക്ക് ഏതായാലും കിട്ടി. പിന്നെ നമ്മുടെ കുട്ടിമറിയാമ്മയുടെ സാധനങ്ങളെല്ലാം താഴെ അടുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഓ, കാറൊക്കെ കിടക്കുന്നുണ്ടോ? ജ്യോതി ആൻറ്റി കൊടുത്ത കാറും വിച്ചു അച്ഛ മേടിച്ചു കൊടുത്ത കാറും പിന്നെ ആരാ JCB ആരാണോ? ആ വിഷ്ണു തന്നെയാന്ന് തോന്നുന്നു മേടിച്ചത്. അല്ല ചേട്ടായാന്ന് തോന്നുന്നു JCB മേടിച്ചു കൊടുത്തത്. ആരാണോ? എന്തായാലും JCB. പിന്നെ ഒരു ചെടി, ഇതെനിക്ക് എൻ്റെ അനിയത്തി വിജി തന്ന ചെടി, അതുമൊക്കെ സെറ്റാക്കി അവിടെ വെച്ചു. പിന്നെ കുറേ ദിവസമായില്ലേ എല്ലാവരും മാതാവിനെ കണ്ടിട്ട്. അപ്പോൾ മാതാവിനെയും നമ്മുടെ TV സ്റ്റാൻഡിലെ സാധനങ്ങളുടെ അച്ഛനെയും അമ്മേനെയും മാതാവിനെയും ഒക്കെ എടുത്ത് അവിടെ സെറ്റാക്കി തന്നെ വെച്ചു. പിന്നെ അപ്പോൾ ബാക്കിയെല്ലാം അതേപടി യഥാസ്ഥാനങ്ങളിൽ തന്നെ ആക്കി കേട്ടോ. കർട്ടനൊക്കെ ഇട്ട്, ഇതെല്ലാം ഇന്ന് ഞാൻ ചെയ്ത പരിപാടികളാണ് കേട്ടോ. കർട്ടനൊക്കെ ഇട്ടു, സെറ്റാക്കി. അയ്യോ, ശരിക്കും പണിയുണ്ടായിരുന്നു പറഞ്ഞാൽ ശരിക്കും പണിയുണ്ടായിരുന്നു. ആ സ്റ്റിക്കർ കഴിഞ്ഞ ദിവസം നിങ്ങൾ തന്നെ ഞാൻ ഒട്ടിച്ചായിരുന്നു കേട്ടോ. ഇനി നമുക്ക് വരുമ്പോൾ ബാക്കിയുള്ള സ്റ്റിക്കറുകൾ ഒട്ടിക്കാം. കലണ്ടറൊക്കെ ഇട്ടു. കലണ്ടർ കഴിഞ്ഞ ദിവസം ഇട്ടിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പം ഇനി അടുത്ത ഇതൊക്കെ കഴുകി എല്ലാം ഇതൊക്കെ മാറ്റി ഇനി നമുക്ക് ഈ മുറിയിലോട്ട് വന്നു കഴിഞ്ഞാൽ ഈ മുറി ആണ് നമ്മൾ തേക്കാനായിട്ടൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന മുറി. അപ്പോൾ ഇതൊക്കെ ഈ സൈഡിലാണ് കിടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അവനെ ഇങ്ങോട്ടേക്ക് മാറ്റി. പിന്നെ അലമാരിയൊക്കെ അങ്ങോട്ടേക്കാക്കി. ഈ റൂമൊക്കെ അത്യാവശ്യം ഒന്ന് സെറ്റാക്കി നീറ്റാക്കി വൃത്തിയാക്കി. അപ്പം അതും കിടക്കട്ടെ. ഈ കഥയൊക്കെ പോളിഷ് ചെയ്ത് ഇത് പെയിൻ്റ് അടിച്ചപ്പോൾ നല്ല അടിപൊളിയായില്ലേ? ഇതുണ്ടോ? നല്ല രസമായി കേട്ടോ കാണാനായിട്ട്. പിന്നെ ഞങ്ങളുടെ റൂമായിരുന്നു, ഇതാണ് കന്നിമൂല കേട്ടോ. കന്നിമൂല എപ്പോഴും നല്ല നീറ്റാക്കിയിടണമെന്ന് എല്ലാവരും പറയാറുള്ളത്. പക്ഷേ ഏറ്റവും മോശമായത് ഈ റൂമായിരുന്നു. എൻ്റെ പൊന്നെ, ഈ ഭിത്തിയൊക്കെ നിങ്ങൾ ഓർത്തെ എങ്ങനെ ഇരുന്നേച്ചാണ് മൊത്തം പൂത്ത് ചീർത്ത് വീർത്ത്. എൻ്റെ അമ്മയും മാതാവേ, എനിക്കത് ഓർക്കുമ്പോഴത്തേക്കും ഇപ്പോഴും. ഏതായാലും എല്ലാം നീറ്റാക്കി സെറ്റാക്കിയിട്ടുണ്ട്. ഇനി കുറേ അധികം പരിപാടികളും കൂടെ ഉണ്ട് കേട്ടോ. പിന്നെ ഞാൻ 3 കൊന്ത എടുത്തിട്ട് അവിടെ 3 ആണി ഉണ്ടായിരുന്നു. അത് കളയാൻ കഴിയാനായിട്ട് ഇവിടെ ഉണ്ട് 3 ആണി. ചുമ്മാ അന്നൊക്കെ എന്തൊക്കെയോ ഫോട്ടോ ഇടാനായിട്ടൊക്കെ എങ്ങാണ്ട് തറച്ചത് കണ്ട, അതെല്ലാം കൊന്തയൊക്കെ കൊണ്ട് ചുമ്മാ ഇട്ടു. കിടക്കട്ടെ, നമ്മുടെ റൂമിലല്ലേ ബെഡ്റൂമല്ലേ, അപ്പം ഒരു പിശാചിക്കളും എടുക്കാതിരിക്കട്ടെ അല്ലേ. പിന്നെ കർട്ടനും ആ മേശയും നമ്മുടെ തുണി തേക്കുന്ന മേശയാണ് കേട്ടോ. ഇതിപ്പം ജസ്റ്റ് ചുമ്മാ ഇങ്ങോട്ടേക്ക് ഇട്ടെന്നുള്ളേ ഉള്ളൂ. അതൊക്കെ നമുക്ക് വേറെ ഏതാ സ്ഥലങ്ങളിൽ വരും. പിന്നെ ഡ്രസ്സിങ് ടേബിള് കണ്ടോ, ബാത്റൂമിൻ്റെ ഡോറിൻ്റെ ഇവിടെ ഒക്കെ അങ്ങ് അലുകുരുത്ത് അപ്പൊടി വൃത്തികേടല്ലായിരുന്നു. എല്ലാം നല്ല സെറ്റാക്കി കേട്ടോ, അടിപൊളിയാക്കി. ഇനി അടുത്ത റൂം കാണിക്കാവേ. അടുത്ത റൂം അമ്മൂൻ്റെ റൂം. അമ്മൂൻ്റെ റൂം ഞാൻ കാണിച്ചു തരാം. അമ്മ വീട് പണിതപ്പം മുതൽ അമ്മൂന് ഈ റൂം വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ റൂമായിരുന്നു കേട്ടോ. വീട് പണിതപ്പം മുതൽ ഇതാ കുഞ്ഞു റൂം, എനിക്ക് എൻ്റെ കുഞ്ഞു റൂം മതി എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പം അമ്മൂൻ്റെ എല്ലാം നീറ്റാക്കി കുട്ടപ്പനാക്കി എല്ലാം എടുത്ത് ശരിയാക്കി അടിപൊളിയാക്കി കണ്ടോ. ഇനി ബ്ലാങ്കറ്റ് ഞാൻ എടുത്തിട്ട് ഷീറ്റും പില്ലോ കവറും എല്ലാം മാറ്റി റെഡിയാക്കിയിട്ടു. ഇനി ബ്ലാങ്കറ്റ് നാളെ ഒന്ന് കഴുകാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് ഞാൻ ബെഡെ പോലും ഇട്ടില്ല. നാളെ കഴുകണം അതും കൂടെ. അപ്പോൾ ഈ മുറിയിലെ കാര്യങ്ങളും നീറ്റാക്കി. പിന്നെ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് കിച്ചണിലോട്ട് കയറിയിട്ടില്ലെന്ന് പറയാം. കയറിയെന്ന് വെച്ചാൽ കയറി, രാവിലെ ചേട്ടാക്കി ചായ ഇട്ട് കൊടുത്തു. പിന്നെ എന്നാ ചെയ്തേക്കുന്നത് പടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പിന്നെ ഞാൻ 2 ദോശ ഉണ്ടാക്കി കഴിച്ചു. എല്ലാം അങ്ങനെ തന്നെ കിടപ്പുണ്ടോ, ഉള്ളതുപോലെ വേണമല്ലോ. മീൻകറി ഇരിപ്പുണ്ട്, കപ്പ വേസ്റ്റ് ഇരിപ്പുണ്ട്. ആ വേസ്റ്റ് ബോർഡിനകത്തിരിക്കുന്നത് പണി സാധനങ്ങളാണ്. അത് ആ മൂലയിൽ കയറ്റി വെക്കണം. അത് ചേട്ടായി വരുമ്പം പുകത്തി കയറിയിട്ടൊക്കെ വെക്കാമെന്ന് വിചാരിച്ചു. ഒത്തിരി സാഹസം കാണിക്കണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ അതവിടെ വെച്ചു. ഈ ഊത്തും കൂടെ എടുത്തുകൊണ്ട് അവളുടെ അത് കൊണ്ടിട്ടേക്കാം, അവളുടെ കളി സാധനത്തിൽ. അപ്പോൾ കിച്ചണിൽ കയറി ഇന്ന് രാവിലെ 2 ദോശ ഉണ്ടാക്കി. സമ്മതി ഫ്രിഡ്ജിനകത്ത് ഉണ്ടാക്കിയതുണ്ടായിരുന്നു, അത് 2 ദോശയും കഴിച്ചു. ഇപ്പം 4 മണി ആകാറായപ്പോൾ അത് കഴിഞ്ഞപ്പം വിശന്നു. ഇപ്പം എന്താ പറയുക, 2 ദോശ ഉണ്ടാക്കി ചായയും കുടിച്ചു. അപ്പം വിളക്കൊക്കെ കത്തിച്ച് സന്ധ്യാനാമമൊക്കെ ചൊല്ലി ഞാൻ കൃഷ്ണനെയൊക്കെ ഇങ്ങോട്ടേക്ക് ആക്കി കേട്ടോ. നമ്മുടെ മുകളിൽ അവിടെയല്ലേ കൃഷ്ണൻ ഇരുന്നിരുന്നത്. ഇപ്പം ദേ ഇതിനകത്തോട്ടാക്കി കേട്ടോ. നമുക്ക് തന്നെ ഗണപതി ഭഗവാനെ ഇരിക്കുന്നു.
അപ്പം എല്ലാം അതിനകത്ത് തന്നെ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സന്ധ്യാനാമമൊക്കെ ചൊല്ലി ഞാൻ നിങ്ങളെ പുറത്തെ കാഴ്ച ഒന്ന് കാണിച്ചു തരാവേ. മഴയായിരുന്നു കേട്ടോ, നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു. ആഹാ ഉണ്ടോ, നല്ല ഇരുട്ടി, നല്ല രസമല്ലേ ആകാശമൊക്കെ കാണാനായിട്ട്. ഉണ്ടോ, നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. ഇങ്ങനെ ഈ കാഴ്ചകളൊക്കെ കാണുമ്പോൾ നമ്മുടെ മനസ്സ് അയ്യോ കാക്ക പറഞ്ഞു പോകുന്നത് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്ക്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയാം, എനിക്ക് കാണാം. അയ്യോ ദേ എന്നാന്നോ നേരത്തെ അങ്ങോട്ട് പെട്ടെന്ന് അങ്ങോട്ട് മയങ്ങിയിട്ടേ കണ്ടോ കാക്ക പോകുന്നത്. അയ്യോ നിങ്ങളിനി നിങ്ങളുടെ കൂടെ എവിടെയാണെന്ന് കണ്ടറിയാം അല്ലേ, ഒത്തിരി ദൂരം പോകേണ്ടി തന്നു, ആഞ്ഞു പറക്കുക. എല്ലാത്തിനും അതിൻ്റെതായ കൂടുകളിൽ ചെന്ന് കയറാനുള്ള ഒരു കൊതി ആകാംക്ഷയൊക്കെ ഇല്ലേ അല്ലേ. അപ്പോൾ എന്തായാലും നല്ല ഐശ്വര്യമായ ഒരു ദിവസം കൂടി ദൈവം നമുക്ക് ഈ ഭൂമിയിൽ തന്നേക്കാണ്. ഇത്രയും നല്ല മനോഹരമായ കാഴ്ചകൾ കാണാൻ ദിവസമായി ഊഞ്ഞാലൊക്കെ ഒന്ന് ഇരുന്നിട്ട് ഊഞ്ഞാലൊക്കെ ഞാൻ തേച്ച് കഴിയട്ടോ. ഇത് കുറേ സ്ഥലങ്ങൾ പൊട്ടി ഇരിക്കുക കേട്ടോ. അതിൻ്റെ ഇതെല്ലാം ചേട്ടായി എന്നിട്ട് എന്നോടൊരു എന്തോ ഒരു സാധനം പ്ലാസ്റ്റിക്കിൻ്റെ സംഭവം ഇങ്ങനെ മേടിച്ചിട്ട് ടയ്യോ അങ്ങനെ എന്നാണ്ടൊരു സാധനം, അതിൻ്റെ പേരെന്ന് തോന്നുന്നു, അത് മേടിച്ച് കെട്ടി വെച്ചു കേട്ടോ. ഞാനിന്ന് തേച്ച് കഴുകി കുട്ടപ്പനാക്കി എടുത്തു. നല്ല അത് മേടിച്ച് അവിടെ വെച്ചിട്ടുണ്ട്. എന്നാലും അതിടുമ്പോൾ ഇതിനകത്ത് നിറഞ്ഞ് സിറ്റോട്ടി കിടക്കും. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പെയിൻ്റടി എന്ന് പറയുമ്പോൾ പറയാൻ എളുപ്പമുണ്ട്, പക്ഷേ ഒരു ശകല പാട് പിടിച്ച പാടിയാണ് കേട്ടോ. ഒന്നും പറയണ്ട, ശരിക്കും കുറേ ദിവസങ്ങളായിട്ട് എന്നെ പറയുന്നത് കിടന്ന് തുഴച്ചിൽ തന്നെ തുഴച്ചിലായ എന്തൊക്കെയാ, എവിടെ നോക്കിയാലും പണി തന്നെ. ഇത്രയും നീറ്റാക്കി ഇത്രയും വെടിപ്പാക്കിയൊക്കെ ഇടുന്നതായിട്ടും കൂടെ ഒന്നും പറയണ്ട. അപ്പോൾ ഇന്ന് രാവിലെ 8 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ തുടങ്ങിയ ഉദ്യോഗമാണ്. ഇപ്പോൾ 5:30 സമയം, 5:30 കഴിഞ്ഞു. അപ്പം ഇപ്പോഴാണ് കഴിഞ്ഞേക്കുന്നത് കേട്ടോ. അത്യാവശ്യം നമ്മുടെ പഴയ വീടിൻ്റെ ഒരു രൂപം ഇത് പഴയ വീടിൻ്റെ അല്ല, ഇപ്പം നല്ല കുട്ടപ്പനായി അല്ല, എന്നാലും കർട്ടനും കാര്യങ്ങളും ഒക്കെ ഇട്ട് സെറ്റാക്കി, പെരയൊക്കെ തൂത്ത് അടച്ച് സെറ്റാക്കി. വിളക്ക് കത്തിക്കും, ഞാൻ പറഞ്ഞില്ലേ വിളക്ക് കത്തിക്കുന്നില്ലായിരുന്നു. അപ്പം പിന്നെ വിളക്ക് കത്തിക്കാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചു. അങ്ങനെ എല്ലാ പരിപാടികളും പഴയ ഒരു ലെവലിലോട്ട് ഞാൻ എത്തിച്ചിട്ടുണ്ട് കേട്ടോ. എൻ്റെ മാതാവേ ഒന്നും പറയണ്ട, ശരിക്കും പണിയെന്ന് പറഞ്ഞാൽ പണിയായിരുന്നു. ഉച്ചയായപ്പോൾ ചേട്ടായി വിളിച്ചേ, കറക്റ്റ് 1:10 ആയപ്പോൾ ചേട്ടായി വിളിച്ചു, നീ നടക്കുക. ഞാൻ പറഞ്ഞു ഞാനിവിടെ ഉണ്ട്, നീ ചോറുണ്ടോ? ഞാൻ പറഞ്ഞു ഇല്ലേ ചേട്ടാ, ഞാൻ കഴിച്ചില്ല, കഴിക്കാൻ പോവാ. എന്നാൽ പെട്ടെന്ന് പോയി ചോറുണ്ടേ. നീ ഇന്ന് ചോറും ഉണ്ണിയല, വെള്ളവും കുടിക്കുകയല്ല, തീറ്റയും തിന്നിയാലെന്ന് എനിക്കറിയാടി. നിൻ്റെ പണിയില്ലടി നീ അവിടെ കിടന്നുണ്ട്. പണി. ഞാനിവിടെ അടുത്ത ദിവസം ഇരുന്നിട്ടെല്ലാം ഒതുക്കിയാൽ മതി കേട്ടോ, ഒന്നും തൊടണ്ട, അങ്ങനെ തന്നെ കിടന്നോട്ടെ. ഇപ്പോൾ അത്യാവശ്യം നീറ്റായിട്ടൊക്കെയാണ് കിടക്കുന്നത്, തൂക്കാനും തുടയ്ക്കാനും ഒന്നും നിൽക്കണ്ട. പിന്നെ ഞാനും കൂടെ ഇരിക്കാം. ഏതായാലും തിങ്കളാഴ്ച ചൊവ്വാഴ്ച 1-2 ദിവസം കൂടെ പണി കാണുമല്ലോ. അപ്പം അതുകൂടെ കഴിഞ്ഞിട്ട് എല്ലാം ഓക്കെ ആക്കാം കേട്ടോ, ഒന്നും ചെയ്യണ്ട കേട്ടോ എന്ന് പറഞ്ഞു. എന്നാന്ന് വെച്ചാൽ 2 ദിവസമായിട്ടേ, 2 ഒരു 3-4 ദിവസമായിട്ട് എൻ്റെ മുഖമെല്ലാം വീങ്ങി കുത്തി നീര് വെച്ചോളൊക്കെ വീർത്ത് ഇവിടെയൊക്കെ ഭയങ്കരമായിട്ട് ഇരിക്കുന്നത്. ആ ഇസ്നോഫിലയുടെ ഗുളിക കഴിക്കുന്നതിൻ്റെ ആണോ അതോ ഉറക്കം ശരിയാകഴിഞ്ഞിട്ടാണോ എന്നാണോ? ആയുർവേദം മേടിച്ചുകൊണ്ട് വെച്ചതല്ലാണ്ട്, ആയുർവേദം മേടിച്ചതെന്ന് വെച്ചാൽ നാസാദിപ്പൊടി തേക്കുന്നുണ്ട്, അല്ലാണ്ട് കഷായം ഇടേണ്ട പൊടിയും അവിടെ വെച്ചിരിക്കുക, ടാബ്ലറ്റും അവിടെ വെച്ചിരിക്കുക. ഞാൻ തുടങ്ങിയില്ല, കഷായവും ലേഖ്യവും കൂടെ മേടിച്ചിട്ടാട്ടേന്ന് കരുതി. അത് ഇതൊന്നും ഒതുങ്ങിക്കഴിഞ്ഞാൽ ആവട്ടെ എന്ന് കരുതിയോ. കാരണം അല്ലാണ്ട് നമ്മൾ ഒത്തിരി കട്ടിപ്പണിയൊന്നും കഷായവും ലേഖ്യമൊക്കെ കഴിച്ചിട്ട് ചെയ്യരുതെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അതുകൊണ്ടാണ് അത് തുടങ്ങാത്തത്. അയ്യോ, ഇംഗ്ലീഷ് മരുന്ന് തരുമ്പോഴല്ലോ ശരിക്കും നമ്മളെ തളർത്തി കളയും. സിട്രീസൻ എന്ന് പറയുന്ന ടാബ്ലറ്റ് ഉണ്ട്, അതേപോലെ തന്നെയാണ് കേട്ടോ. ഉറക്കവിടാ അതെങ്ങാണ്ട് എൻ്റെ മുഖമൊക്കെ വീങ്ങി കുത്തിയിരുന്നത്. അതുകൊണ്ട് ഒന്നും ചെയ്യണ്ട കേട്ടോ എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞാൽ ശരി ചേട്ടാ ഇന്ന് വന്ന് കാണുമ്പോൾ ചിലപ്പോൾ 2 വഴക്ക് പറയും, ചിലപ്പോൾ പറയും നീ എന്നാ പറഞ്ഞാലും നീ ചെയ്യും, നിനക്ക് അങ്ങനെയാണല്ലോ നിൻ്റെ സ്വഭാവം എന്ന് പറയും. എന്തെങ്കിലും ആവട്ടെ അല്ലേ. എന്നാലും നമുക്ക് നമ്മുടെ വീടും പരിസരം വൃത്തിയാക്കിയിട്ടെങ്കിൽ എനിക്ക് ഭയങ്കര നിർബന്ധ ബുദ്ധി. അതൊക്കെയാണ് എന്നെ ഒരു പരിധി വരെ ആർക്കും ഇഷ്ടമില്ലാത്തതിൻ്റെ കാരണം. ഈ അടുക്കും ചുട്ടേ ഒതുക്കും വിറക്കും ഒന്നും ചിലർക്കൊന്നും ഇഷ്ടപ്പെടില്ല. അപ്പം എന്തായാലും ഞാൻ എങ്ങനെയാണോ അങ്ങനെയല്ലേ എനിക്ക് ഇതാകത്തുള്ളൂ. ഞാൻ എങ്ങനെ ഒക്കെ നോക്കിയാലും നമ്മുടെ സ്വഭാവം മാറ്റാൻ പറ്റുമോ? അത് മാറിയല്ലേ, എന്നെ കാണിച്ചാലും മാറിയല്ലേ അല്ലേ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ഓടിപ്പോയി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ഇടുക, കൂടുതൽ ബെല്ലിനോട് ഒന്ന് ഇട്ടിച്ചു കൊടുത്തരാം കേട്ടോ. അപ്പോൾ പുതിയൊരു ഹാപ്പി വീഡിയോ വരുന്ന എല്ലാവർക്കും ടാറ്റാ.